അയ്യോ സൂപ്പർ കോമഡിയായിരുന്നു, സൂപ്പർ കോമഡിയായിരുന്നു. പിന്നല്ലാതെ ഏ മോനെ, നീ ആഗ്രഹിച്ച പോലെ ഗവൺമെന്റ് ജോലി കിട്ടി നിനക്ക്. അത് മാത്രല്ല, നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാ ഇത്. എനിക്ക് ഉറപ്പാ സേവാഗ് മോൻ വന്നതിന്റെ ഐശ്വര്യം ഇതൊക്കെ. മോനെ സേവാഗെ, എന്റെ മോനുണ്ടല്ലോ, അവൻ വലിയ നാണക്കാരനാ. ആര്? ആന്റിയുടെ മോനോ? ഒരുപാട്. ദേ നോക്ക്, നാളെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ അല്ലേ? എടീ, അതൊക്കെ സേവാഗ് നോക്കിക്കോളും. അവൻ ടൈമിങ്ങിന്റെ കാര്യത്തിലും നീ വല്ലാതെ വിശക്കുന്നു. നീ വന്ന് ചോറെടുത്താ ബാ. ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് തന്നെ തരണേ. എടാ, ആ പെണ്ണ് മുഖത്ത് കാർക്കിച്ച് തുപ്പിയെന്ന് തോന്നണ്. ഓന്തൊരുമാതിരി 3G പോലെ ഇരിക്കുന്നുണ്ടല്ലോ. മച്ചാനെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേക്ക്. പശു എന്ത് തന്നെ തിന്നാലും അത് പാല് മാത്രമേ തരൂ. എത്രമാത്രം പാല് കുടിപ്പിച്ചാലും പാമ്പ് വിഷം മാത്രമേ ചീറ്റൂ. പെണ്ണുങ്ങളെ പാമ്പ് പോലെ. ഇതിനേക്കാ ഭേദേ ആ പെണ്ണിനെ പറ്റി ആലോചിക്കുന്നതാ. എന്ത് ചെയ്യാനാ? എന്ത് പറഞ്ഞാലും മനസ്സിലാവണ്ടേ? അതിനോട് വിവരം വേണം. ഇത് നിന്റെ അച്ഛന്റെ കഷ്ടപ്പാടിന് കിട്ടി പാരിതോഷിക്കുക. നാളെ കാലത്ത് എഴുന്നേക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോയിൻ ചെയ്യുന്നു. ഓക്കെ അല്ല, ഞാൻ കുറെ നേരമായിട്ട് ആലോചിക്കാം. ഞാൻ ജോലിക്ക് പോകുന്നില്ല, നിനക്കെന്താ ഇത്ര സന്തോഷം? അച്ഛനെ, നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുടെ ഇടയിൽ മാട്ടൊരു ഫിഗർ കാണും. അതുപോലെ തന്നെ ജോലിയും കൂലിയില്ലാതെ നടക്കുന്നവരുടെ കൂട്ടത്തിൽ ജോലിക്ക് പോകുന്ന നൃത്തം വേണം. എന്നാൽ അവൻ ഊസിയടിച്ച് രണ്ടെണ്ണം അടിക്കാൻ പറ്റൂ. അല്ല മച്ചാനെ, അപ്പൊ നിനക്ക് കുടിക്കാൻ ഞാൻ ജോലിക്ക് പോകണോ അല്ലേ? എടാ, വല്ലവനും കേട്ട് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ കാശ് കൊടുത്ത് കോളർ വെക്കാറില്ലേ? അതുപോലെ തന്നെ ഇത്. നീ മര്യാദയ്ക്ക് ജോലിക്ക് പോക്കോ. 6 മണിക്ക് അലാം വെച്ചേ. ഈയിടെ ഈ വൃത്തിയായിട്ട് റിയാക്ഷൻ ഒക്കെ വിട്ടിട്ട് 6 മണിക്ക് അലാം വെക്കാൻ നോക്കും. എന്നിട്ട് അടിക്കാൻ. പുലരി മംഗളങ്ങൾ സർക്കാർ ജീവനക്കാരൻ ധോണി അവർകളെ. കാര്യം ഏത് മാട്ട സാധനം അടിച്ച് ഓഫായി കിടന്നാലും ജോലി എന്ന് പറയുമ്പോ കാലത്ത് തന്നെ ഷാർപ്പായിട്ട് എഴുന്നേക്കുന്നുണ്ട്. നിന്റെ ഈ ആത്മാർത്ഥത നോട്ടീസ് അടിച്ച് എല്ലാ ബ്യൂറേജിനും ഫ്രണ്ടിൽ ഒട്ടിക്കണം മച്ചാനെ. താങ്ക്സ് മച്ചാനെ. എന്താ ഇത്, നമ്മൾ അടിപൊളിയായിട്ടിരിക്കുമ്പോ ലോകം മൊത്തം ഡള്ളായ ഫീലിംഗ്. ലോകം വിടറാ, അപ്പുറത്തെ വീട്ടിലെ ബുദ്ധിയില്ലാത്തവരുടെ അവസ്ഥ നോക്കിയേ. പ്രകൃതി ഉണരുന്ന സമയത്ത് അവിടെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുക മണ്ടന്മാര്. ആ TV ഓഫേ. മച്ചാനെ, 100 മിസ്ഡ് കോൾഡാ. 100 മിസ് കോളോ? അളിയാ, എനിക്ക് 100 മിസ് കോൾഡാ. നമുക്ക് 200 മിസ് കോൾ വരണമെങ്കിൽ അവൻ എന്തുമാത്രം കഴിവട്ടവനായിരിക്കണം. അത് ഏത് വേസ്റ്റ് പീസാ നോക്കി. എനിക്കറിയാവുന്ന ആകപ്പാടൊരു വേസ്റ്റ് നിന്റെ അച്ഛനാ. ചിലപ്പോ അങ്ങേരായിരിക്കും. അതിനേക്കാളൊക്കെ വേസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ നിന്റെ അച്ഛൻ. എന്റെ അച്ഛനാ? ഡെഫിനറ്റ്ലി സാധ്യത ഉണ്ട്. വെള്ളം കിടക്കുന്നു. എടാ, രാത്രി ജോലിക്ക് കയറേണ്ട കാര്യം ആലോചിച്ച് പേടിച്ച് നീ ഇവിടെ തന്നെ മൂത്രടിച്ച. അളിയാ, നിന്റെ സൈഡിലാടാ കൂടുതൽ കിടക്കുന്നത്. അത് മനസ്സിലായി. സംശയം വരാതിരിക്കാൻ എന്റെ സൈഡിലൊന്നും മുള്ളിയല്ലേ നീ. പോയി കുടിച്ചിട്ടാടാ. താങ്ക്സ് അളിയ. ഫസ്റ്റ് ഡേ ഓഫീസ്. ഹായ് മോം. ഹായ് ഡാഡ്. എന്താടി ഇതുവരെ ഓഫീസിൽ പോയില്ലേ നീ? എന്നെ കണ്ടുപിടിക്കേ. കറക്റ്റ് സമയത്ത് ഇറങ്ങിയണ്ട. ഇന്നലെ നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്ന പോലെ കാലത്ത് തന്നെ നിങ്ങളുടെ മകനെ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവന്നു. ദേ, ഇനി ആരതി ഉടിയാനും വിളക്കണിക്കാനും സമയമില്ല. ഇതെന്തോന്ന് സമയം വൈകിന്ന് ഇത്ര നേരം നിലവിളിച്ച് പറഞ്ഞിട്ട് 3 പേരുടെ ടാബ്ലോ കളിച്ചോണ്ടിരിക്കുക. മര്യാദയ്ക്കൊന്നും ഉറങ്ങാതെ കാലത്ത് 6 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റ് നിങ്ങളുടെ മകനെ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവന്ന് കണ്ടില്ലേ? ആ എന്നോടാണ് ഈ തട്ടി കയറുന്നേ. ഇപ്പൊ കാലത്ത് 6 മണി ആരാ പറഞ്ഞ? ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഇതിപ്പോ വൈകുന്നേരം 6 മണിയാടാ. എന്താടാ? ശരിയാടാ മിസ്റ്റർ അങ്കിൾ, ഞങ്ങൾ ബോധമില്ലാതെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. താങ്കൾക്ക് ഈ വാതിലിന്റെ അടുത്ത് വന്ന് ഡാ ധോണി, ഡാ സേവാഗ് എന്നൊന്ന് പതിയെ വിളിച്ച് ഞങ്ങൾ എഴുന്നേക്കില്ലേ? പതിയല്ലേ? ധോണി, സേവാഗ്, എഴുന്നേറ്റ് വാടാ. എടാ എഴുന്നേക്കടാ. ധോണി, സേവാഗ്, എഴുന്നേക്കടാ. എടാ എഴുന്നേക്കടാ. സേവാഗ്, ധോണി. അമ്മേ, അച്ഛനെ കൊണ്ട് പറ്റിയില്ലെങ്കിലും അമ്മയ്ക്കൊന്ന് വിളിക്കാറുന്നില്ല എന്നെ? അയ്യോ, എന്താ ഞാൻ പറയടേ? ഓ, സേവകേ, എഴുന്നേക്കടാ. മുട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒഴിക്കടാ. വെറുതെ എന്റെ മേത്തേക്ക് ഒഴിക്കല കൊച്ചു പിള്ളേരെ. എഴുന്നേക്കടാ. എടാ, നിന്നെ വിളിക്കുന്നേ. എന്നാലും നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്തു പറയാനാ? നീ കാരണം എന്തൊക്കെ അപമാനങ്ങൾ. ഈ നാട് മുഴുവൻ എന്നെ നോക്കി കാർക്കിച്ച് തുപ്പും. നിന്റെ അപ്പൻ കൊടിച്ചിപ്പട്ടിയെ പോലെ എന്നെ കടിക്കാൻ വരുന്നു.
എന്തിനോടാ കാലത്തെല്ലാം വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചത് നീ? എല്ലാം നിനക്ക് വേണ്ടി അളിയ. എനിക്ക് വേണ്ടിയാ? അതേടാ, ഇത്രയും നാളും നിന്റെ കൂടെ ചുറ്റിത്തിരിഞ്ഞൊരുത്തൻ ഇപ്പൊ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നത് കണ്ടില്ലേ? നീയും ജോലിക്ക് പോണം എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ ടോർച്ചർ ചെയ്യും. നിന്നെ ആരെങ്കിലും ടോർച്ചർ ചെയ്താ അതെനിക്ക് താങ്ങാൻ പറ്റില്ലടാ. നിന്റെ ഈ ഊളത്തരം എന്റെ അടുത്ത് പറയല്ലേ? ഹാഫ് അടിച്ച് തീർത്തിട്ട് ലോറി ഓടിക്കുന്ന ഡ്രൈവറെ പോലെ കിടന്ന് ഉറങ്ങിയിട്ട് എന്റെ അടുത്ത് ന്യായം പറയല്ലേ നീ? ഇതിനെല്ലാത്തിനും കാരണം ആ സീതയല്ലേ? സീതയോ? ഞാൻ അവളെ എപ്പോഴും മറന്നടാ. വെറുതെ നോണ പറയല്ലേ, നീ ഇപ്പോഴും മറന്നിട്ടില്ല. ഈ ലോകത്ത് സീത മാത്രമാണോ പെണ്ണായിട്ടുള്ളേ? വേറെ പെൺപിള്ളേരൊന്നും ഇല്ലേ? സീത പോയാ ഗീത. റൈമിങ്. ഹലോ, ഹായ്, ഐ ആം ഗീത. ഗീത? നാളെ 10 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാലോ. ഓക്കെ, ബൈ. ബൈ. അളിയ, സൂപ്പർ ഐഡിയടാ. നാളെ നീ കണ്ടോ? ഹായ് സീത. ദേ അവിടെ ഇരിക്കുന്ന ആള് ഗീത. അവളാ എന്റെ ഇപ്പോഴത്തെ ലവ്. സ്റ്റൈലായിട്ടില്ലേ? ഞാനൊരു പെൺകൊച്ചിനെ ഇഷ്ടമെന്ന് പറഞ്ഞേ, അവൾ എന്നെ റിജക്ട് ചെയ്തെന്നും പറഞ്ഞു. നിന്നെ പോലെ ഒരുത്തിനെ റിജക്റ്റോ? ആരാ അവള്? അവളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതാ കൂട്ടിക്കൊണ്ടു വന്നേ. എന്തായാലും നീ അവളോടൊന്ന് സംസാരിക്കേ. ഞാൻ ഇവളോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ 3 പേര് ആദ്യമായിട്ട് മീറ്റ് ചെയ്യല്ലേ. ഇത്തവണ എന്റെ ട്രീറ്റാ. ഓക്കെ, ഞാൻ പോയി ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരാം. നിങ്ങൾ സംസാരിക്കും. ശരി. ഗീത മോളെ, നിനക്ക് ഐസ്ക്രീം? താങ്ക്സ് റാം. ഹായ്, ഐ ആം ഗീത. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? നിന്നെ എങ്ങനെയാ? മൊബൈൽ ബാഗിൽ വെച്ചിട്ടാണോ അല്ല വേറെ വല്ല വഴിയിലാണോ കറക്റ്റ് ചെയ്ത്? അല്ല, മനസ്സിലായില്ല. നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? പ്രേമിക്കാനോ? ഞാനോ? അതോ അവനെയോ? ഹലോ, ഞാൻ ആ ടൈപ്പ് പെണ്ണൊന്നും അല്ല. അപ്പോ നീ ലവറാണെന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞോ? ഞാൻ LIC ഏജന്റാ. പോലീസ് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ എന്റെ ലവറുമായിട്ട് പോലീസ് എടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അവന്റെ കൂടെ വന്നേ. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെന്തിനാ അവന്റെ കൂടെ ഒട്ടി ഒരുമി വന്നത്? ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. വെറുതെ കള്ളം പറയാതെ. ഹലോ, സംസാരിച്ചോണ്ടിരിക്കുമ്പോ ബാടി പൊടി ഒന്നും പറയരുത്. നിനക്ക് എന്തിനാടി മര്യാദ? നീ എന്താടി എന്നെ പറ്റി വിചാരിച്ച കൂടുതൽ സംസാരിച്ചോണ്ടത്? ഞാൻ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. കൂടുതൽ സംസാരിക്കല്ലേ? നീയും വേണ്ടാതെ സംസാരിക്കല്ലേ? ക്ഷമ പരീക്ഷിക്കണ്ട. മൂന്നൊക്കെ ഒഴിച്ചോടി ഞാൻ. മച്ചാനെ, നീ വെള്ളടിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? വാവ് അളിയ, എന്റെ ലവ് ഓക്കേടാ. അതെങ്ങനെ മച്ചാനെ? ആ പോളിസി ഗീതേ സീത വഴക്ക് പറയുന്നുണ്ടാ? മര്യാദക്ക് സംസാരിക്കണോ അല്ലെങ്കിൽ? എടാ മോനെ, ഗീതയുടെ അടുത്ത് സീത ദേഷ്യപ്പെടുന്നു കരുതി അവൾക്ക് നിന്നോട് പ്രേമാന്ന് കരുതരുത്. പിടികിട്ടിയില്ല? ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ 3 ടൈപ്പാടാ. നമ്മൾ കാണുന്നതിന് മുമ്പ് അവർ നമ്മളെ കണ്ടു കഴിഞ്ഞത് റീച്ചബിൾ. നമ്മൾ എങ്ങനെയൊക്കെ കാണിക്കാൻ നോക്കിയാലും മൈൻഡ് പോലും ചെയ്തില്ലെങ്കിൽ അത് നോട്ട് റീച്ചബിൾ. കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയ്ക്ക് ഷോ കാണുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ഓർഡർ. പക്ഷെ നിന്റെ ആള് ഇത് 3നും മറികടന്ന് സ്വിച്ച് ഓഫ് മോനെ. എപ്പ നോക്കും എപ്പ ചിരിക്കുന്നു ദൈവം നമ്പരാൻ പോലും അറിയില്ല. ഇല്ല മച്ചാനെ, എന്റെ ആൾ റീച്ചബിളാ. അളിയ, ഞാൻ ആരുടെ കൂടെ വന്നാ എന്താ? അവളെന്തിനാ മറ്റവളെ വഴക്ക് പറയുന്നത്? അത് ഉള്ളില് സ്നേഹം ഉള്ളതുകൊണ്ട് അളിയ. വേദനിക്കുന്നടാ. എവിടെന്നാ റെഡി ഉണ്ട്? ഉള്ളിലടാ. ഓ, ഫീലിങ്സ്. വരുന്നു എന്തോ. ഇപ്പൊ തന്നെ ഞാൻ പോയി ഓ, നോക്കാം. ഓക്കെ. സീത, സീത, എടി നിന്നെ നിക്കടി. എന്താടാ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ? ഞാൻ നിന്റെ ലവർ ഒന്നല്ലോ. അതെ, ലവറാ. നീ ഇപ്പൊ ഡാന്ന് വിളിച്ചില്ലേ? വിളിച്ചോ ഇല്ലയോ? അത് ലവ് ഉള്ളോണ്ടല്ലേ. എന്താ മോളെ ഇങ്ങനെ കിടന്ന് ചുറ്റിച്ച് എന്താ ചെയ്യാ? എനിക്ക് എന്റെ മച്ചാനെ നീ മാത്രം സെറ്റായെന്ന് കരുതല്ലേ. എന്റെ മച്ചാന് 15 മുതൽ 55 വരെയുള്ള സെറ്റപ്പുകളുണ്ട് ഈ വിളക്ക്. മച്ചാൻ നിന്റെ അടുത്ത് ശ്രദ്ധ മാറ്റി ഒന്നങ്ങോട്ട് ചെരിഞ്ഞ് നോക്കിയാനുണ്ടല്ലോ. മണിയുള്ള പെണ്ണുള്ള വരെ വന്ന് നിൽക്കൂടി. അല്ല, അങ്ങനെയൊന്നുമില്ല അളിയ, ഞാൻ സംസാരിക്കാം. നീ ഒരു 2 മിനിറ്റ്. ഒരു ചെറിയ കാര്യം കൂടിയാണ്. നീ ഒന്നും നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി പെങ്ങൾ എന്താ ഇഷ്ടമാണോ? ഓക്കെ, നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയല്ലേ? നീ അപ്പൊ ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കിത്താ. ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ശരിക്കും നിന്റെ മനസ്സിൽ എന്താറാം? എന്റെ മനസ്സിൽ നീ മാത്രമാടി. മന്ന ബുദ്ധിയെ പോലെ സംസാരിക്കല്ലേ. പ്രണയം എന്ന് പറയുന്നത് 2 പേർക്കും തോന്നേണ്ട കാര്യം. നിനക്ക് അങ്ങനെ തോന്നിയെന്ന് വെച്ചിട്ട് എനിക്ക് നിന്നോട് അങ്ങനെ തോന്നണമെന്നില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എന്നെ ഇഷ്ടമാണോ അല്ലയോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ റാം. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എന്റെ വീട്ടിൽ എനിക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കാന്ന്. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ബൈ. ഓക്കെ, ഒരു മിനിറ്റ്. ഇന്ത്യൻ നിയമപ്രകാരമേ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അതിന് പ്രേരിപ്പിക്കുന്നതിനാ ശിക്ഷ കൂടുതൽ. മനസ്സിലായില്ല അല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചു, പക്ഷെ അതിന് പ്രേരിപ്പിച്ചത് നീയാ. നിന്നേക്കാളും എത്ര സുന്ദരികളെ കണ്ടതാ. അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല. നിന്നെ കണ്ട ഉടനെ സ്നേഹിച്ചു പോയി ഞാൻ. എന്ത് സമാധാനമായിട്ട് കഴിഞ്ഞതാ. എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ?
സോ യു ആർ അക്യൂസ് നമ്പർ 1, ഐ ആം അക്യൂസ് നമ്പർ 2. ടെക്നിക്കലി എന്നേക്കാൾ കൂടുതൽ ശിക്ഷ നിനക്ക്. ഞാൻ നിന്നെ മറന്നോളാം സീത. ഇനി മേലാ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. നിനക്ക് എന്റെ വഴി, എനിക്ക് നിന്റെ വഴി. ഇനി നീ എന്നെ എങ്ങനെ മറക്കുന്നു കാണട്ടെ. എടാ, എടാ, ഞാൻ നിനക്ക് പൈസ തരാം. പൈസ തരാം.